എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 7:30 മണി. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ വൈകുന്നേരങ്ങളാണ് വീഡിയോ എടുക്കുക. അപ്പം ഇപ്പം എന്താ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്ക്. ഇത് ഞാൻ ഒരു ഫേസ് ഓഫ് ടൈമിൽ ഡെയിലി കുടിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഡെയിലി ഇതാണോയെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് മോർണിംഗ് ഡ്രിങ്ക്സ് ഉണ്ട്. അതിൽ ഒന്നാണിത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മോർണിംഗ് ഡ്രിങ്ക് മാത്രമല്ല, ഇത് നമുക്ക് ഒരു ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യരുത്. ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാം, ഫേസ് പാക്ക് നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമല്ല, അങ്ങനെ യൂസ് ചെയ്യാനും പാടില്ല. സോ ഇത് ഞാൻ മോർണിംഗിൽ സാധാരണ അങ്ങനെ ഫേസ് പാക്സ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ദിസ് വൺ ഭയങ്കരമായിട്ട് എനിക്ക് എഫക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് വലിയ ഒരുപാട് ഫാൻസി സാധനങ്ങളും ഒരുപാട് ഐറ്റംസും വേണ്ട. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് അത്രയേ ഉള്ളൂ. ഡ്രിങ്കിനാണെങ്കിലും ഈ ഡ്രിങ്ക് തന്നെയാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതിങ്ങനെ ഡ്രിങ്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക, പക്ഷെ അങ്ങനെയാണ്. സോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് 2 സാധനമേ ആവശ്യമുള്ളൂ. ഒന്ന് നെല്ലിക്ക. ഇത് സാധാ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സെയിം നെല്ലിക്കയാണ്. ഇത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബർ, സാലഡ് കുക്കുംബർ ഇല്ലേ, അത് ഞാൻ തലേദിവസം തന്നെ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ മടിയാണ്, അപ്പോൾ ഞാൻ തലേദിവസം തന്നെ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരു ഇല്ലേ അതും കളഞ്ഞിട്ട് സീഡ്ലെസ് ആക്കി വെച്ചേക്കുന്ന കുക്കുംബറാണ്. സാലഡ് കുക്കുംബർ, വെള്ളരിയില്ലേ, അത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന സെയിം സാധനം. ഇപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഡ്രിങ്കും ഫേസ് പാക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്കിനെ പറ്റി പറയുമ്പം ഇത് ഞാൻ ഒരു 1.5 വർഷമായിട്ട് കുടിക്കുന്ന ഒരു സാധനമാണ്. ഹെയർ ഫോളിന്, സ്കിൻ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട്, ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഈ സൺ ഡാമേജ് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല ഉള്ളിലും ഒരുപാട് ഡാമേജ് സംഭവിക്കും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഇങ്ങനെ സൺ ഡാമേജ് കൊണ്ടിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ആ ഫ്രീ റാഡിക്കൽസിനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് ബെസ്റ്റാണ്. വൈറ്റമിൻ സി മെയിനാണ്. പിന്നെ വൈറ്റമിൻ സി ഉള്ള വേറെ നല്ല സാധനങ്ങളുണ്ട്, പക്ഷെ മോർണിംഗ് ഇത് കഴിക്കുന്നതാണ് ബെസ്റ്റ്. പിന്നെ ഇത് ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. ഫേസ് പാക്കായിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ സി കൊടുക്കും. പിന്നെ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഫേസിന് കുറച്ചും കൂടെ ഗ്ലോയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ എന്തായാലും ബാക്കി കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ നെല്ലിക്കയും കുക്കുംബറും കൂടി കുറച്ച് വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വേറെ ഇഞ്ചിയോ കുരുമുളകോ അങ്ങനത്തെ ഒന്നും ഇടരുത്. ജസ്റ്റ് ഈ 2 സാധനങ്ങളും പ്ലെയിൻ വാട്ടറും വെച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളമില്ലേ അതിൽ വേറെ മോദകം, ജീരകം അങ്ങനെ ഒന്നിട്ട് തിളപ്പിച്ച വെള്ളമൊന്നും ആവരുത്. തിളപ്പിച്ചാറ്റിയ വെള്ളം, പ്ലെയിൻ തിളപ്പിച്ചാറ്റിയ വെള്ളം. അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വരാം. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റേ മുളകും അങ്ങനെ സാധനങ്ങളൊന്നും അരച്ച ബ്ലെൻഡർ ആവരുത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്കിതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലെൻഡർ ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നത്. സോ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നെല്ലിക്കയും കുക്കുംബറും പ്ലെയിൻ വാട്ടറും ജ്യൂസ് അടിച്ചതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കൊളാക്കരുത്. കുറച്ച് വെള്ളം, അതായത് ഇപ്പോൾ അതൊന്ന് അതിൻ്റെ നിരപ്പിന് വെള്ളം ഒഴിക്കുക. ബ്ലെൻഡറിൽ ഇതിട്ടിട്ട് അതിൻ്റെ നിരപ്പിന് വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫേസ് പാക്കിലും കൂടി യൂസ് ചെയ്യുന്നുണ്ടാണ് ഒന്ന് സ്ട്രെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിൻ ചെയ്യും, കാരണം എനിക്ക് സ്ട്രെയിൻ ചെയ്യാണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ട്രെയിൻ ചെയ്യാതെ കുടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഇത് സ്ട്രെയിൻ ചെയ്യാണ്ട് തന്നെ ഇത് കുടിക്കാം. കാരണം ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളൊരു ജ്യൂസാണ്. നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫേസ് പാക്ക് എങ്ങനെയാക്കാം എന്ന് നോക്കാം. അപ്പം ഇത് ജ്യൂസ്, ഇതിൽ നമ്മൾ മുൾട്ടാണി മിട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ബേസായിട്ട്. നമുക്ക് ഇത് നേരിട്ട് നമ്മുടെ സ്കിന്നിൽ തേക്കുമ്പോൾ ചിലർക്ക് ഒരു ഇച്ചിങ് പോലെയും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മളൊരു ബേസ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ കാഠിന്യം ഒന്ന് കുറയും. അതായത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന
ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. നിങ്ങൾക്കത് ഭയങ്കര സഹിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് വാഷ് ഓഫ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഇച്ചിനെസ്സും അല്ലെങ്കിൽ ചെറിയൊരു ടിങ്കിൾനെസ് പോലെയൊക്കെ തോന്നും, ഒരു എരിവ് പോലെയൊക്കെ. അത് നെല്ലിക്കയുടെ ആണെങ്കിൽ അങ്ങനെ സഹിക്കേണ്ട ആവശ്യമുള്ളൂ. വല്ല മുളകിൻ്റെ അങ്ങനെയൊക്കെ നിങ്ങളറിയാണ്ട് നിങ്ങളുടെ ബ്ലെൻഡറിലെങ്ങാനും ആ നേരത്തെ പൊടിച്ചത് പിന്നെ അതിലിട്ട് ജ്യൂസ് അടിച്ചതാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള ബേസായിട്ട് മുൾട്ടാണി മിട്ടിയാണ്. നിങ്ങൾക്ക് വേറെ എന്ത് ബേസ് വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടി എടുക്കാം, അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി, വറുത്തതെടുക്കരുത്, വറുക്കാത്ത ഇടിയപ്പപ്പൊടി എടുക്കാം. പിന്നെ നമുക്ക് കടലമാവ് എടുക്കാം ബേസായിട്ട്. ഇത് കാരണം നമ്മൾ സ്കിന്നിൽ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ് ആയിരിക്കണം. മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അത് കുറച്ചും കൂടി ഒന്ന് സ്കിന്നിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കും. ഇത് കുറച്ച് ഡ്രൈയിങ് ആണ്. ഇപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്ററാണ്, അങ്ങനെയുള്ളവർക്ക് വേറെ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. എനിക്ക് അത്യാവശ്യം ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഇതുകൊണ്ടൊന്നും എൻ്റെ സ്കിൻ ഡ്രൈ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി വേറെ സിമ്പിളാണ്. ഞാൻ ഇത് കുടിക്കുന്നതിന് മുന്നേ തന്നെ ഫേസ് പാക്ക് ഇട്ട് വെച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. പിന്നെ ഇട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ്, എത്ര ദിവസം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ജ്യൂസ് ഈ ഇതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിന് ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഈ മുൾട്ടാണി മിട്ടിക്ക് ഇങ്ങനെ കട്ട വരും, അപ്പം അങ്ങനെ കട്ട ഉണ്ടാവാതെ ഉടച്ചെടുക്കണം കേട്ടോ. നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തായാലും ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുമല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 10 to 15 minutes അതിൽ കൂടുതലിരിക്കണ്ട. എന്നിട്ട് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡ്രൈ ആവാൻ സമയത്തിന് വെയിറ്റ് ചെയ്യരുത്. ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തണുപ്പ്, എനിക്ക് തണുപ്പ് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇന്ന് വെച്ചതാണ് കുക്കുംബർ. അല്ലെങ്കിൽ ഒരു കുഴന്ന് വരും. അപ്പോൾ ഞാനിത് ഫുൾ ഇട്ടിട്ട് കാണിക്കാം. മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കരുത്, അപ്പോൾ അതുകൊണ്ട് ഇതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ, ഇത് വല്ലാതെ ഡ്രൈ ആവാൻ ശ്രമിക്കരുത്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്തു. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറ്. പിന്നെ ഞാനിത് ഡെയിലി ചെയ്യില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. ജ്യൂസ് കുടിക്കും. അപ്പോൾ എൻ്റെ ഫേസ് ഒരു 70% ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച്, ഇതാണ് പെർഫെക്റ്റ് ടൈം വാഷ് ഓഫ് ചെയ്ത് കളയാൻ ഉള്ള. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ സംസാരിക്കരുത്. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കരുത്. കാരണം സംസാരിക്കുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ക്രാക്ക് വീഴുന്നുണ്ടോ? ഇങ്ങനെ ക്രാക്ക് നമ്മൾ എപ്പോൾ ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ക്രാക്ക് വീഴും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരുന്നാൽ നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് പെട്ടെന്ന് വരും. അപ്പോൾ ഉണ്ടോ, ഇപ്പം ഞാൻ ഇത് കഴുകിക്കളയേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോൾ പ്രത്യേകിച്ച് മുൾട്ടാണി മിട്ടി ഓൾറെഡി ഡ്രൈയിങ് ആണ്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ, ഇതിപ്പോൾ എനിക്ക് 15 മിനിറ്റ് ഒന്നും എടുത്തില്ല, 10 മിനിറ്റിനുള്ളിലാണ് എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയത്. ഇനി ഇത് കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് കഴുകിയിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തു വന്നു. ഇനി ഒരു മോയ്സ്ചറൈസർ ഇടണം. അപ്പം ഞാൻ ഇട്ടിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം.
മോയ്സ്ചറൈസർ ഇടാൻ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് നമുക്ക് ജ്യൂസ് വെച്ചിട്ട് തുടങ്ങാം. ഈ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പം ഇപ്പോൾ ഒരു 30 ഡേയ്സ് ഓഫ് കോഴ്സ് എടുക്കുക. ഈ 30 ഡേയ്സിന് 10 10 10 അങ്ങനെ 3 സെഷനായിട്ട് എടുക്കുക. ഈ 10 ദിവസത്തിൽ 7 ദിവസം മാത്രം നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുക. ബാക്കി 3 ദിവസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിയ സീഡ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാവുന്നതാണ്. അതേപോലെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് 7 ഡേയ്സ് ഈ ജ്യൂസ് പിന്നെയും കുടിക്കുക. ഒരു 3 ഡേയ്സ് ഗ്യാപ്പ് ഇടുക, 7 ഡേയ്സ് കുടിക്കുക, 3 ഡേയ്സ് ഗ്യാപ്പ് ഇടുക. അങ്ങനെയാണ് നമ്മൾ ഒരു കോഴ്സ് കുടിക്കേണ്ടത്. ഇനി ഇത് രാവിലെ വെറും വയറ്റിൽ എടുത്ത് കുടിക്കരുത്. നമ്മളിത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ആദ്യം ഒരു 1-1.5 ഗ്ലാസ് ലൂക്ക് വാം വാട്ടർ കുടിക്കുക. അതിനൊന്നും ആഡ് ചെയ്യണ്ട, ഒന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് പ്ലെയിൻ ലൂക്ക് വാം വാട്ടർ കുടിക്കുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നിങ്ങൾക്ക് യോഗ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് ഇത് എടുക്കണ്ട, പക്ഷെ എന്തെങ്കിലും സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിന് പോയി വന്നിട്ട് നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എടുക്കാം. ഈ ഡ്രിങ്ക് എടുക്കുമ്പം 2 നെല്ലിക്ക കൂടുതൽ ഒരു ദിവസം എടുക്കണ്ട. പിന്നെ ഇത് കഴിവതും രാവിലെ കുടിക്കാൻ ശ്രമിക്കുക. ഇത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസിനെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളെ ഈ UVA UVB റേസ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഇന്റേണലി വരുന്ന ഡാമേജുകൾ ഇത് നികത്തും. ഇത് ഭയങ്കര ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിന്റെ എനിക്ക് തോന്നുന്നു ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. സ്കിന്നില് ഹെയറിന് ഹെയർ ഫോൾ ഒക്കെ നന്നായിട്ട് ഇത് റെഡ്യൂസ് ചെയ്യും. ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും. പിന്നെ ലെങ്ത് കൂടും. നമ്മുടെ മുടിയുടെ ലെങ്ത് ഗ്രോത്ത് കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജ്യൂസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫേസ് പാക്കിലേക്ക് വരുമ്പം ഫേസ് പാക്ക് നിങ്ങൾ ഒരിക്കലും ഡെയിലി ഇടരുത്. അത് മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഡെയിലി ഫേസ് പാക്ക് ഇടാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അത് ഒട്ടും അങ്ങനെ അത്രയും നമ്മുടെ സ്കിന്നിന് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസം മോർണിംഗിലാണോ നമ്മളിത് കുടിക്കുന്നത്, ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട്. അപ്പൊ രാവിലെ തന്നെ ഇതേപോലെ ഫേസ് പാക്ക് ഇടാം. ഉണങ്ങുന്നതിന് തൊട്ട് മുന്നേയിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. പിന്നെ ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ജ്യൂസ് എടുത്തിട്ട് ഫേസിൽ തേക്കരുത്. അങ്ങനെ തേച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെറിയൊരു റെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ഈ സാധനം തേക്കുവാണെങ്കിൽ PIH ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ. അതായത് നിങ്ങൾ പെട്ടെന്നൊരു വൈറ്റമിൻ സി ഇച്ചിരി സ്ട്രോങ് ആണ്, അപ്പൊ ഇതിങ്ങനെ സ്കിന്നിൽ വന്നിട്ട് ചെറിയ ഇൻഫ്ലമേഷൻ പോലെ റെഡിഷ് ആയിട്ട് ഇച്ചിരി സ്വെല്ലിംഗ് ഒക്കെ പോലെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവും. അതാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, PIH എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഈ സാധനം ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ തേക്കരുത്. കുക്കുംബർ ജ്യൂസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് തേക്കാം. പക്ഷെ ഈ നെല്ലിക്കയും കൂടെ ഉള്ളപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ ഇടുന്നത് നല്ലതല്ല. അപ്പൊ ഇതാ മറ്റേ മുൾട്ടാണി മിട്ടി ഇട്ടേണ്ടിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒന്നും തേച്ചില്ല, മുഖത്ത് നേരെ വന്ന് നിങ്ങളെ കാണിച്ചു തന്നതാ. ഒരു യൂസിലൊന്നും നിങ്ങൾക്ക് ഡിഫറൻസ് അറിയില്ല. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ ഈ കോഴ്സ് കഴിയില്ലേ, അങ്ങനെ അതും അടുപ്പിച്ചടുപ്പിച്ച് തേക്കരുത്. ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് തേക്കുക ഈ കോഴ്സ് കഴിയുന്നവരെ. അങ്ങനെ ഈ കോഴ്സ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. സ്കിന്ന് കുറച്ചും കൂടി ഈവൻ ടോൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് ഉള്ള പോലെ, ഓയിൽനെസ്സിന് ഒരു കുറവുള്ള പോലെ. വൈറ്റമിൻ സി നമ്മുടെ ഈ നമ്മുടെ പോഴ്സ് വഴി ഉണ്ടാകുന്ന ഓയിൽ ഗ്ലാൻസ് ഉണ്ടല്ലോ അതിനെയൊക്കെ കുറച്ചൊന്ന് സപ്രസ് ചെയ്യും. അപ്പോൾ ഓയിൽ ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് കുറയും. അപ്പൊ കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് നിങ്ങൾക്ക് നമ്മൾ ചെയ്ത ഉടനെ മാത്രമല്ല ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ കുറച്ചും കൂടി ഒരു ഓയിൽനെസ് കുറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ഇഫ് യു ഹാവ് ഓയിലി സ്കിൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഒരിക്കലും ഇത് തേക്കരുത്. ഇത് തേച്ച് എന്തായാലും മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇടണം. പുറത്തേക്ക് പോവുകയാണെങ്കിൽ കൊട ചൂടണം. കാരണം ഇത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി തേച്ചിട്ട് അതും രാവിലെ തേച്ചിട്ട് പിന്നെ ശ്രദ്ധിക്കുക, വെയിൽ ഉദിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ പാക്കുകൾ ഇടാൻ ശ്രദ്ധിക്കുക ഫേസിൽ.
പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി. ഞാനത് എടുത്തു പറയാൻ കാരണം വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് സൺറൈസ് കൊള്ളാൻ പാടില്ല. അത് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തേച്ച് കഴുകി കളഞ്ഞ ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഡെഫിനറ്റ് ആയിട്ട് ഇടണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇപ്പം ഞാൻ ഇന്ന് തേച്ചു, ഇന്നിപ്പോൾ ഞാൻ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും കുട ചൂടണം. ഇപ്പം സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുട ചൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പം സാധാരണ നമ്മൾ റോസ് വാട്ടർ, കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഇൻസൈഡ് നമ്മൾ കൊടുക്കുന്ന അതേ സാധനം തന്നെയാണ് നമുക്ക് ഫേസിൽ ഇടുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസും അതിൻ്റെ ഒരു അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ഇതിന് മുന്നേ ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ചെവിയുടെ ഇവിടെ ഇങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം റിയാക്ഷൻസും അലർജിക്കൊന്നും അല്ല, റിയാക്ഷൻസ് ഇല്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഫേസിലേക്ക് ഇടാൻ. നേരെ പോയിട്ട് ഫേസിലേക്ക് ഇടരുത്. കാരണം നിങ്ങൾ ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യല്ലേ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ടോണിലും ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു ജ്യൂസും ഫേസ് പാക്കുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്നോട് കാര്യം പറയുക. ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നവർ, അലർജിക്കൊന്നും ഇല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.